നെക്സ്റ്റ് 5 വേരിയബിൾ കെ മാപ്പാണ്. അപ്പോൾ 5 വേരിയബിൾ കെ മാപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 32 സെല്ലുകളുണ്ട്. 32 സെൽ എന്ന് പറയുന്നത് 0 to 32 വരെയുള്ളതാണ്. 31 വരെയുള്ളതാണ് 32 സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 32 സെല്ലിനെ നമ്മൾ 16 സെല്ലുകളാക്കി മാറ്റിയാണ് 32 വരെയുള്ളത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ 5 വേരിയബിൾസ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി, ഇ ആണെന്ന് വിചാരിക്കുക. 5 വേരിയബിൾസ്. ഈ 5 വേരിയബിൾസ് നമ്മൾ ഓരോ പ്രാവശ്യം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. നമ്മൾ ത്രീ വേരിയബിൾസിൻ്റെതാണെങ്കിൽ 0, 0, 0 മുതൽ 1, 1, 1 വരെയുള്ള കോമ്പിനേഷൻസാണ് എഴുതിയത്. 4 വേരിയബിൾ ആയിരുന്നെങ്കിൽ 0, 0, 0, 0 മുതൽ 1, 1, 1 വരെയുള്ള വേരിയബിൾസാണ് എഴുതിയത്. അപ്പോൾ 5 വേരിയബിൾസിൻ്റെതാകുമ്പോൾ 5, 0 മുതൽ 5, 1 വരെയുള്ള കോമ്പിനേഷൻസാണ് നമുക്ക് എഴുതേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 വേരിയബിൾസിനെ എങ്ങനെയാണ് നമ്മൾ ആ 16 ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എല്ലാത്തിനും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് 4ഉം 1 വരെയുള്ള കോമ്പിനേഷൻസ് എന്ന് പറയാം. അപ്പോൾ 0, 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 16 സെല്ലുകളുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 0 ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എ 1 ആവുമ്പോൾ വീണ്ടും ഇവിടെ 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഇതും എന്താണ്? 16 സെല്ലുകൾ. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് 32 സെല്ല് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആ 16 സെല്ലുകൾ ചേർത്ത് 32 ആക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ 5, 0 മുതൽ 5, 1 വരെയുള്ളതാണ്. ആ 5, 1 വരെയുള്ളതിനെ നമ്മൾ ആദ്യം 0, പിന്നെ 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ളത്, 4, 1 വരെയുള്ളത്. അപ്പോൾ ഇത്രയും എണ്ണത്തിനെയും നമ്മൾ നേരത്തെ പഠിച്ച 4 വേരിയബിൾസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അവിടെ എന്താണ്? 16 സെല്ലുകളാണ് വരുന്നത്. അവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആയി. ഇതേമാതിരി ഇനി ഒരു 16 കൂടി വരുമ്പോൾ അവിടെ എന്തായിരിക്കും എയുടെ വാല്യൂ? നിങ്ങൾ എഴുതി നോക്കിയാൽ തന്നെ അറിയാം. ആ 32 വരെയുള്ള കാര്യങ്ങൾ എഴുതി നോക്കുക. സ്റ്റാർട്ടിങ് മുതൽ 32 വരെ നമ്മൾ 4 വേരിയബിൾസിൻ്റെത് വരെയാണ് എഴുതിയിട്ടുള്ളത്. 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ള കോമ്പിനേഷൻസ് ആ ടേബിളായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയേക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 വേരിയബിൾസിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. 0 to 31, 32 വരെയുള്ള കോമ്പിനേഷൻസ് എഴുതി നോക്കുക. അപ്പോൾ ആദ്യത്തെ 16 എണ്ണം എ എന്ന് പറയുന്നത് 0 വരെയുള്ളതും അടുത്ത 16 എന്ന് പറയുന്നത് എ 1 ആകുമ്പോഴുള്ള കണ്ടീഷൻസും ആയിരിക്കും വരുന്നത്. അപ്പോൾ എ 0 ആവുന്ന കണ്ടീഷനിൽ 16 എണ്ണം വരുന്നത് 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ള കോമ്പിനേഷൻസ്. അടുത്തത് എ 1 ആവുന്ന സമയത്ത് 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ള കോമ്പിനേഷൻസ്. അങ്ങനെയാണ് നമുക്ക് 2 16 സെല്ലുകൾ ചേർത്ത് ഒരു 32 സെൽ കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 16 ബിറ്റിനെ നമ്മൾ വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മാപ്പ് വരച്ചത് എങ്ങനെയാണ്? ഇതേപോലെ നമ്മൾ 16 ബിറ്റിന് വരച്ചു. അപ്പോൾ നമുക്ക് 1 വരച്ചാൽ പോരാ, പകരം എന്ത് ചെയ്യും? 2 എണ്ണം വരച്ചാൽ മാത്രമേ നമുക്ക് എന്താവത്തുള്ളൂ? 32 ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ളതും ഇത് എ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ, എ 0 ആകുമ്പോൾ ഒരു 16 വരുന്നുണ്ട്, എ 1 ആകുമ്പോൾ അടുത്ത 16 വരുന്നുണ്ട്. അപ്പോൾ എ ബി സി ഡി ഇയിൽ എ ഓൾറെഡി എടുത്തു. ഇനി ഏതാ? ബി സിയും ഡി ഇയും ആണുള്ളത്. അത് നേരത്തെ കണക്ക് നമ്മൾ ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ. ഇവിടെയാണെങ്കിൽ ഡി ബാർ ഇ ബാർ, ഡി ബാർ ഇ, ഡി ഇ, ഡി ഇ ബാർ. സെയിം തന്നെ ഇവിടെയും ബി സി ഡി തന്നെ, ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ, ഡി ബാർ ഇ ബാർ, ഡി ബാർ ഇ, ഡി ഇ, ഡി ഇ ബാർ. ഓക്കെ, അപ്പോൾ നേരത്തെ കണക്ക് ഇത് 0, 1, 2, 3, 4, 5, 6,
7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 30. എങ്ങനെയാണ് നമ്മുടെ കോമ്പിനേഷൻസ് വരുന്നത്? ഓക്കെ, 0 to എന്തുകൊണ്ട് ഇവിടെ നമ്മൾ 16 സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ A = 1. അപ്പോൾ നമുക്ക് വരുന്നത് 1 0 0 0 0 എന്നുള്ളതാണ് വരുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ്, ഇത് ബൈനറിയാണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. സോ അതാണ് ഇവിടെ 16 സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 1 എന്നാണ് വരുന്നത്, അത് 17. അടുത്ത 80 എന്ന് പറയുന്നത് 1 0 1 0 1 0 0 1 0, ഇതാണ് 80 എന്ന് പറയുന്നത്. ഇതാണ് അവിടെ വരുന്ന ബിറ്റ് കോമ്പിനേഷൻസ്. എഴുതി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. A ബാർ എന്ന് പറയുന്നത് 0 ആണ്, A എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ C ബാർ എന്ന് പറയുന്നത് B ബാർ എന്ന് പറയുന്നത് 0 ആണ്, B 1 ആണ്. C ബാർ എന്ന് പറയുന്നത് 0 ആണ്, C 1 ആണ്. D ബാർ എന്ന് പറയുന്നത് 0 ആണ്, D എന്ന് പറയുന്നത് 1 ആണ്. E ബാർ എന്ന് പറയുന്നത് 0 ആണ്, E എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം കറസ്പോണ്ടിങ് ആ സെല്ലുകളിൽ എടുത്തിട്ട് ആ സെല്ലുകളിലുള്ള വേരിയബിൾസിന് 1ഉം 0ഉം ഉള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അവിടെ എന്തുകൊണ്ട് 16, 17, 18, 19, 20, 21 വന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് A0യും A1ഉമായിട്ടുള്ള രണ്ട് 16K മാപ്പുകൾ വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെയാണ് അല്ലേ? ശരി, ഇതിനകത്ത് ഇനി ഗ്രൂപ്പിംഗ് എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ അസ്യൂം ചെയ്യുക, ഇവിടെ ഒരു 4 വണ്ണുകൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. 4 വണ്ണുകൾ ഇവിടെയും അതുപോലെ ഒരു 4 വണ്ണുകൾ ഉണ്ടായിരുന്നു, അതിനെ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ സെയിം സ്ഥലത്ത് തന്നെ 4 എണ്ണം വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ അതിനെ നമ്മൾ പറയുന്നതാണ് അഡ്ജസെൻ്റ് ഗ്രൂപ്പ്സ്. അഡ്ജസെൻ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം ആ സെയിം ലൊക്കേഷനിൽ തന്നെ ഇവിടെ 4 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അഡ്ജസെൻ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു റോ വന്നു, ഇവിടെയും ഒരു റോ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് അഡ്ജസെൻ്റ് ഗ്രൂപ്പ്സ് എന്ന് തന്നെയാണ്. ഇവിടെയും 4 ഇവിടെയും 4 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അഡ്ജസെൻ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയും. ഇനി അതുപോലെ നമുക്ക് ഇവിടെ ഒരു 4 വന്നു, ആ സെയിം പോലെ ഇവിടെയും 4 വന്നാൽ ഒരേപോലെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് അഡ്ജസെൻ്റ് കോളംസ്. അഡ്ജസെൻ്റ് കോളംസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു 1 വന്നു, സെയിം ഇവിടെ ഒരു 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, വേറെ പരിസരത്തുള്ള വേറെ ഒരു 1ഉം ഇല്ല, ഒരൊറ്റ 1 ആയിട്ട് മാത്രമേ ഇവിടെ വരുന്നു. സെയിം അപ്പുറത്തും ഇതുപോലെ വരുന്നെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്കിത് ഇവിടെയും ഒരെണ്ണം വന്നു, നമുക്ക് ഇവിടെയും ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? അഡ്ജസെൻ്റ് റോസ് എന്നാണ് വിളിക്കുന്നത്. അഡ്ജസെൻ്റ് റോസ്. അപ്പോൾ അഡ്ജസെൻ്റ് റോസും ഉണ്ട്, അഡ്ജസെൻ്റ് കോളംസും ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഗ്രൂപ്പിംഗ് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ A = 0 എന്ന് പറയുന്നതിനകത്ത് വരുന്ന അതേപോലെ അതേ പൊസിഷൻസിൽ 1 വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ A1 = വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ A0 A1 എന്ന് പറയുന്നത് രണ്ടും വരുന്നത് കൊണ്ട് A എന്ന് പറയുന്ന ടേം അതിനകത്ത് വരത്തില്ല. പകരം BCയുടേതും Dയുടേതും നോക്കുക.
ചിലപ്പോൾ ഡിയുടേത് ടേംസ് ഒന്നും വരത്തില്ല, ബി സി ബാറിൻ്റെ ടേംസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ബി സി ബാർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 32 ബിറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മളെങ്ങനെയാണ് 32 സെൽസിനെ 2 16 സെൽസാക്കി മാറ്റുന്നത്. 2 16 സെൽസാക്കി മാറ്റുന്നത് നമുക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എന്നാണെങ്കിൽ നമുക്ക് 0 0 0 0 0 മുതൽ ഈ 0 നിൽക്കേ തന്നെ നമുക്ക് എന്ത് വരും, 1 1 1 1. ഈ 4 0 മുതൽ 4 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 4 വേരിയബിളിൻ്റെത് 16 സെൽ. അത് എ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷൻ. അടുത്ത ഇത് 1 ആവുന്ന സമയത്ത് നമുക്ക് എഴുതി നോക്കിയാൽ, ടേബിൾ എഴുതി നോക്കിയാൽ അറിയാൻ പറ്റും. 1 1 1 1 വീണ്ടും 0 0 0 മുതൽ 1 1 വരെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 16 സെൽ 4 വേരിയബിൾ കെ മാപ്പ്. അവിടെ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കൊരു 16 സെല്ലും എ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അടുത്ത 16 സെല്ലും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് 32 സെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ 0 to 31 വരെയുള്ള 32 സെൽസിനെ നമ്മൾ എങ്ങനെയാക്കി, 2 16 സെല്ലിൻ്റെ കോമ്പിനേഷനാക്കി എഴുതി. അങ്ങനെ എഴുതുമ്പോൾ ആ 2 എ ഈസ് ഈക്വൽ ടു 0യ്ക്കും എ ഈക്വൽ ടു 1നും നമ്മൾ എന്ത് ചെയ്യും, 4 വേരിയബിളിൻ്റെ കെ മാപ്പ്. ആദ്യം എ ഈസ് ഈക്വൽ ടു 0യ്ക്കും പിന്നെ എ ഈക്വൽ ടു 1നും നമ്മൾ 4 വേരിയബിളിൻ്റെ കെ മാപ്പ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷനിൽ അതുപോലെ നമുക്കിവിടെ ഗ്രൂപ്പിംഗ് വരികയാണെങ്കിൽ അതിനെ തമ്മിൽ ചേർക്കുമ്പോൾ എയുടെ ടേം നമ്മൾ എടുക്കില്ല, കാരണം എ 0യും എ 1ഉം. അപ്പോൾ അവിടെ കോമൺ ഇല്ല. പകരം എന്ത് ചെയ്യും, ഇവിടെ എന്താണോ വരുന്നത്, ഈ റോയിൽ എന്താണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും കോമൺ. അപ്പോൾ അത് ഒരൊറ്റ ടേമായി. ഇപ്പോൾ ഇവിടെ ബി സി ആണ് വരുന്നതെങ്കിൽ ബി സി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ എഴുതുന്ന സിംപ്ലിഫൈ ചെയ്യുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, അതേപോലെ കോളം വന്നു കഴിഞ്ഞാലും ഇവിടെ അതേപോലെ കോളം, ഇവിടെ അതുപോലെയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് എന്ത് ചെയ്യും, ഡിയുടേതാണ് ഡി ബാർ ഇ എന്നാണെങ്കിൽ ഡി ബാർ ഇ എന്ന് മാത്രമേ വരുള്ളൂ. അവിടെ എന്ത് വരില്ല, എ ഈക്വൽ ടു 0 എ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കോമൺസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ 5 വേരിയബിൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് f of a b c d e is equal to sigma of m of 0 2 4 6 9 11 13 15 17 21 25 27 29 31. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എ ബി സി ഡി ഇ 5 വേരിയബിൾസിൻ്റെ എഫ് ഓഫ് എ ബി സി ഡി ഈസ് ഈക്വൽ ടു summation of m of, that is min terms of 0 2 4 6 9 11 13 15 17 21 25 27 29 and 31. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു 0യ്ക്കും എ ഈക്വൽ ടു 1നും എന്ത് വരയ്ക്കുക, എ ഈക്വൽ ടു 0യ്ക്കും എ ഈക്വൽ ടു 1നും 2 കെ മാപ്പ് വരയ്ക്കുക. 16 സെല്ലിൻ്റെ അല്ലെങ്കിൽ 4 വേരിയബിളിൻ്റെ 2 കെ മാപ്പ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എ ഈക്വൽ ടു 0യ്ക്ക് എ ഈക്വൽ ടു 1നും വരച്ചു. അപ്പോൾ ബാക്കി വരുന്നത് ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ. ഓക്കെ, ഇവിടെ ഡി ബാർ ഇ ബാർ, ഡി ബാർ ഇ, ഡി ഇ, ഡി ഇ ബാർ. ഇവിടെ ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ, ഡി ബാർ ഇ ബാർ, ഡി ബാർ ഇ, ഡി ഇ, ഡി ഇ ബാർ.
ഈ ഫസ്റ്റ് നമ്മുടെ ജോലി എ ഈക്വൾ ടു 0ക്കും എ ഈക്വൾ ടു 1നും നമ്മൾ കറസ്പോണ്ടിങ് 4 വേരിയബിളിൻ്റെ 2 കെ മാപ്പ് വരയ്ക്കുക. അഗെയിൻ ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കറസ്പോണ്ടിങ് 1കളിടുക. 0ക്കുണ്ട്, 1നില്ല, 2വിനുണ്ട് അല്ലേ, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6നുണ്ട്, ദെൻ 8 ഇല്ല, 9നുണ്ട്, 10 ഇല്ല, 11 ഉണ്ട്, 12 ഇല്ല, 13 ഉണ്ട്, 14 ഇല്ല, 15 ഉണ്ട്. ദെൻ അപ്പുറത്തെ കെ മാപ്പ് 16 ഇല്ല, 17, ദെൻ 21, 16, 17, 18 ഇല്ല, 19 ഇല്ല, 20 ഇല്ല, 21, 22 ഇല്ല, 23 ഇല്ല, 24 ഇല്ല, 25, 26 ഇല്ല, 27, 28 ഇല്ല, 29, 30 ഇല്ല, 31. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കെ മാപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മളിനി ഗ്രൂപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടോ നോക്കി, ഇതുകൊണ്ട് അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സ്, ഇത് അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സ്, ഇതിനെ നമ്മൾ 1, ഗ്രൂപ്പ് നമ്പർ 1. ദെൻ നെക്സ്റ്റ് ഇത് നമുക്കിവിടെ ഒരു 4 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പുറത്തുണ്ടോ ആ കോമ്പിനേഷൻ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എ ഈക്വൾ ടു 1 എന്ന് പറയുന്നിടത്ത് മാത്രമേ എന്തുള്ളൂ, കറസ്പോണ്ടിങ് ആ ഒരു ഗ്രൂപ്പിംഗ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എ ഈക്വൾ ടു 1ൽ മാത്രമേ രണ്ടാമത്തത് വരുന്നുള്ളൂ. സോ അവിടെ എ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യണം. ആദ്യത്തെ കേസിൽ 1 എന്ന് പറയുന്നതിനകത്ത് എയുടെ വാല്യൂ വരണ്ട, കാരണം എ ഈക്വൾ ടു 0ക്കകത്തും എ ഈക്വൾ ടു 1നകത്തും സെയിം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ എന്ന് പറയുന്നത് എ ഇല്ല. ഒരു സ്ഥലത്ത് എ 0 ഒരു സ്ഥലത്ത് എ 1 ആണ്. സോ എ എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അവിടെ എ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അതേസമയം രണ്ടാമത്തെ സ്ഥലത്ത് എ ഈക്വൾ ടു 1 എന്ന് പറയുന്നിടത്ത് എന്തുള്ളൂ, ഒരു 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അവിടെ എഴുതുമ്പോൾ ആ ടേംസ് എഴുതുമ്പോൾ എന്തുണ്ടാവണം, എ ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് വേറെ ഗ്രൂപ്പിങ്സ് വരുന്നില്ല, ഇവിടെ ഒരു ഗ്രൂപ്പിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, ഇതിനെ നമുക്ക് 4ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ 4ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ ഇതിങ്ങനെ, ഇതിങ്ങനെ, ഇത് അപ്പുറത്തുണ്ടോ? അപ്പുറത്തില്ല. അപ്പോൾ അതെവിടെയേ വരുന്നുള്ളൂ, ഇവിടെ മാത്രം വരുന്ന കേസാണ് തേർഡ് 1 എന്ന് പറയുന്നത്. അതായത് എ ഈക്വൾ ടു 0 കണ്ടീഷനിൽ. അപ്പോൾ തേർഡിൽ എന്ത് സ്പെസിഫൈ ചെയ്യണം, എ ഈക്വൾ ടു 0 എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെ ഗ്രൂപ്പിങ്സ്, വേറെ 1കളൊന്നും ഇനി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, എല്ലാ 1കളും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റിഡക്ഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് എഴുതാം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1ന് വേണ്ടിയിട്ടുള്ളത്, ദെൻ 2ന് വേണ്ടിയിട്ടുള്ളത്, 3ന് വേണ്ടിയിട്ടുള്ളതാണ് എഴുതുക. 1ന് വേണ്ടിയിട്ട് എഴുതുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്തും കോമൺ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, എ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഉള്ളത്, ബി സിയും ബി സി ബാറും ആണുള്ളത്. അതിൽ കോമൺ എന്ന് പറയുന്നത് ബി ആണ്. അടുത്തത് കോളം 2 എടുക്കുകയാണെങ്കിൽ ആ 2 കോളത്തിൽ ഡി ബാർ ഇയും ഡി ഇയും ആണ്. കോമൺ എന്ന് പറയുന്നത് ഇ ആണ്. സോ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ടേം ബി ഇ പ്ലസ്. അടുത്ത രണ്ടാമത്തേനകത്ത് നമ്മൾ ഒരു കോളം ഫുള്ളായിട്ട് 4 എടുത്തേക്കുന്നത്. അത് സ്പെസിഫൈ ആയിട്ട് എ ഈക്വൾ ടു 1 ആവുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, എ ഈക്വൾ ടു 1 എന്ന് പറയുന്ന വേരിയബിൾ. അവിടെ നമുക്ക് വരുന്നത് എ, ആ കോളം എന്ന് പറയുന്നത് എ ഡി ബാർ ഇ ആണ്, പ്ലസ് മൂന്നാമത്തേതെന്ന് പറയുന്നത് എ ഈക്വൾ ടു 0 ആവുന്ന കണ്ടീഷൻ, അതായത് എ ബാർ. അവിടെ ഏതാണ് വരുന്നത്, 2 കോളംസ് 2 റോസ്. 2 റോ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ബി ബാർ സി ബാറും ബി ബാർ സിയും ആണ് വരുന്നത്. സോ കോമൺ എസ് ബി ബാർ. ഇനി ആ 2 കോളം എടുക്കുമ്പോൾ ഡി ബാർ ഇ ബാറും ഡി ഇ ബാറും, കോമൺ എസ് ഇ ബാർ. സോ ഓക്കെ, 3 ടേംസ് ചേരുമ്പോൾ ഇതാണ് നമുക്ക് ആ 32 വാല്യൂസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 32 സെൽ അല്ലെങ്കിൽ
5 വേരിയബിൾ സിംപ്ലിഫിക്കേഷൻസിനകത്ത് ഈ തന്നിരിക്കുന്ന മിൻ ടേംസ് മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി പ്ലസ് എ ഡി ബാർ ഇ പ്ലസ് എ ബാർ ബി ഇ ബാർ. ഇത് എന്തുകൊണ്ട് എ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഈക്വൽ ടു 1 എന്ന് പറയുന്ന 4 വേരിയബിൾ കെ മാപ്പിനകത്ത് മാത്രമേ ഈ ഒരു ഗ്രൂപ്പിംഗ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ എന്തുകൊണ്ട് ആദ്യത്തെ ടേമിൽ എന്തുകൊണ്ട് ഏത് സ്പെസിഫൈ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഈക്വൽ ടു 0 എന്ന് പറയുന്നിടത്തും എ ഈക്വൽ ടു 1 എന്ന് പറയുന്ന രണ്ടിടത്തും അത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ എ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തിൽ എ 0യും രണ്ടാമത്തത് എ 1ഉം ആണ്. സോ അങ്ങനെ എ കോമൺ ഇല്ല. ഒന്ന് എ ബാറും ഒന്ന് എയും ആണ്. കോമൺ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ. മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 വേരിയബിൾസ് വരുന്നത് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന 4 വേരിയബിൾ കെ മാപ്പിനകത്തേ വരുന്നുള്ളൂ. സോ എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ എ ബാർ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ, എഫ് ഓഫ് എ ബി സി ഡി ഇ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എം ഓഫ് 0, 5, 6, 8, 9, 10, 11, 16, 20, 24, 25, 26, 27, 29, 31. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആണ്. ഇത് 11 ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ 5 വേരിയബിൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ ജോലി എന്ന് പറയുന്നത് എ ഈക്വൽ ടു 0യ്ക്കും എ ഈക്വൽ ടു 1ന് നമ്മൾ എന്ത് ചെയ്യുക, 4 വേരിയബിളിൻ്റെ കെ മാപ്പ് വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് രണ്ടിനും വരയ്ക്കുക. B bar C bar, B bar C, BC, BC bar, D bar E bar, D bar E, DE, DE bar, B bar C bar, B bar C, BC, BC bar. ശരി. അപ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പ് ഇങ്ങനെയാണ് നമ്മൾ ആ കറസ്പോണ്ടിങ് വാല്യൂസ് എൻ്റർ ചെയ്ത് വരുമ്പോൾ വരുന്നത്. ഇവിടെ ഒരു 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. സെയിം ഇവിടെ ഒരു 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അത് രണ്ടും കോമൺ ആയതുകൊണ്ട് അത് 1. ഓക്കെ. അടുത്തത് നോക്കുമ്പോൾ ഇവിടെ ഒരു 4ൻ്റെ അത് സെയിം ഇപ്പുറത്തില്ല. അപ്പോൾ ഇത് എ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം വരുന്നതാണ്. ഓക്കെ. ദെൻ നമ്മുടെ കറസ്പോണ്ടിങ് നോക്കുക. ഇനി ഇതിനകത്ത് ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ 2 1 കൂടി ചേർത്ത് നമുക്ക് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിംഗ് വന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് ഈ ഒരു 1 കൂടെ ഉള്ളൂ, അത് അപ്പുറത്തില്ല. അപ്പോൾ അത് എ ഈക്വൽ ടു 1നകത്ത് മാത്രം വരുന്നതാണ്. സോ 4. ദെൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രൂപ്പിംഗ് ഇല്ലാതെ വരുന്നത് 2 1കളാണ് ഉള്ളത്. അതൊരു രീതിയിൽ അപ്പുറത്തും ഇല്ല നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു രീതിയിലും ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ സിംഗിളായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒന്ന് 5ഉം ഒന്ന് 6ഉം. ആ 5ഉം 6ഉം വരുന്നത് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളതിനെ കറസ്പോണ്ടിങ് എ ഈക്വൽ ടു 0 വരുന്ന സ്ഥലത്തുണ്ട്. ദെൻ എ ഈക്വൽ ടു 1 വരുന്നിടത്ത് ഒരിതുണ്ട്. അപ്പോൾ അതെല്ലാം കറസ്പോണ്ടിങ് നമ്മൾ ആ എയും എ ബാറും ഒക്കെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ബി സി ബാർ പ്ലസ്, ഇനി എ വരുന്നിടത്തൊരു 4 കോമ്പിനേഷൻസ് ഉണ്ട്. എ കോമൺ ആണ്, എ ഈക്വൽ ടു 1 ആണ്. സോ എ എഴുതണം. ദെൻ നെക്സ്റ്റ് ബി ഇ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ സി ബാർ, ഡി ബാർ, ഇ ബാർ.
സി ബാർ ഡി ബാർ ഇ ബാർ. ഓക്കെ, ആ ഒരു കോമ്പിനേഷൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് എ 1 ആവുന്ന കണ്ടീഷൻസിൽ നമുക്ക് രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തത്. അപ്പോൾ എ 1 ആവുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് എ സ്പെസിഫൈ ചെയ്യണം എ. ഇനി അതിൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ബി ബാർ ഡി ബാർ ഇ ബാർ പ്ലസ്. ഇനി എ 0 ആവുന്ന രണ്ട് കണ്ടീഷൻസ്, രണ്ടും സിംഗിളായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ എ 0 ആയതുകൊണ്ട് എ ബാർ, ദെൻ അത് എഴുതി വരുമ്പോൾ ബി ബാർ സി ഡി ബാർ ഇ പ്ലസ് വീണ്ടും എ ബാർ 0 ഉള്ളതാണ്. സോ ബി ബാർ സി ഡി ഇ ബാർ. ഇതാണ് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും 5 വേരിയബിൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.